യുദ്ധഭൂമിയായ ഗാസ മുനമ്പിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ഇടവക സന്ദർശിച്ച് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇതാദ്യമായാണ് കർദിനാൾ ഗാസയിൽ ദേവാലയ സന്ദർശനം നടത്തുന്നത്. ഗാസയിലെ ഹോളി ഫാമിലി കത്തോലിക്ക ദൈവാലയം സന്ദർശിച്ച ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല യുദ്ധഭൂമിയിൽ ദുരിതമനുഭവിക്കുന്ന വിശ്വാസികളെയും ദൈവാലയത്തിൽ അഭയം തേടിയിരിക്കുന്ന പാലസ്തീനിയൻ പൗരന്മാരെയും സന്ദർശിച്ചു. സോവറിൻ ഓർഡർ ഓഫ് മാൾട്ടയുടെ ഗ്രാൻഡ് ഹോസ്പിറ്റലർ ഫാദർ അലക്സാൻഡ്രോ ഡി ഫ്രാൻസിസ്, ഗാസ ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ ഗബ്രിയൽ റോമനല്ലി എന്നിവരും കർദിനാളിനൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശന ലക്ഷ്യമായി കർദിനാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: എന്റെ സന്ദർശനത്തിന്റെ ഉദ്ദേശം അവരോടൊപ്പം ഉണ്ടായിരിക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നതാണ്. ഗാസയിൽ ദുരിതമനുഭവിക്കുന്ന വിശ്വാസികളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താൻ എന്തു ചെയ്യാനാകുമെന്ന് പഠിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ഈ സന്ദർശനം പ്രയോജനപ്പെടുമെന്ന് കർദിനാൾ വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസ മുനമ്പിലെ ഏക കത്തോലിക്ക ദൈവാലയമായ ഹോളി ഫാമിലി ചർച്ച് യുദ്ധഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആത്മീയവും മാനുഷികവുമായ പിന്തുണ നൽകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു വരികയാണ്. നിരവധി പാലസ്തീൻ പൗരന്മാരായ ഇസ്ലാം മതവിശ്വാസികളും പള്ളിയിൽ അഭയം തേടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.